ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇവിടെ ഒന്ന് പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ് അല്ലേ. LDCയുടെ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ LDC 2024 എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള പൊളിറ്റി എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത്. അതായത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് പുറമേയുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതായിരിക്കും. എന്നിരുന്നാലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നത് കൂട്ടുകാരെന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ് അല്ലേ. എന്താണ് ഭരണഘടന, അല്ലെങ്കിൽ എന്തിനാണ് നമുക്കൊരു ഭരണഘടന ആവശ്യമായിട്ടുള്ളത് എന്നൊരു ചോദ്യം വരികയാണ്. അപ്പോൾ ഭരണഘടന എന്ന് വെച്ചത് എന്ന ഒരു ഡോക്യുമെൻ്റ് അല്ല, അത് ഡോക്യുമെൻ്റ് ആണെന്ന് കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണ്, അർത്ഥം എന്താണ്, അതിൽ ചില പ്രത്യേകമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. ഈ ആശയങ്ങൾ എന്ന് പറയുന്നത് പല കാരണങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക, ഒരു ഐക്യം അല്ലെങ്കിൽ ഏകോപിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനം, രാജ്യത്തിൻ്റെ ഒരു ഏകോപനം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. എല്ലാവരും മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ എല്ലാത്തിനും അതീതമായിട്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഏകോപനം എന്ന് പറയുന്നത്, പിന്നെ എവിടെയാണ് അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഭരിക്കാനുള്ള ആളുകളെ, അധികാരികളെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നത് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഭരണഘടനയിൽ വ്യക്തമായിട്ടുണ്ടാകും. ആർക്ക് വേണമെങ്കിലും ഭരിക്കാൻ സാധിക്കുമോ, മതത്തിൻ്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ പേരിൽ പല സെക്ഷനുകളായ ആളുകളെ വിഭജിച്ചിട്ട് അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരാൾ ഭരിക്കുകയാണെങ്കിൽ അത് എല്ലാവരുടെയും ഭരണമാകുമോ? തീർച്ചയായിട്ടുമില്ല. അപ്പോൾ അധികാരം ആർക്ക് കൈയാളാൻ കഴിയും എന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിശ്ചയിക്കേണ്ടതുണ്ട്. ഇനി ഈ അധികാരം എന്ന് പറയുന്നത് എന്തുകൂടി നിശ്ചയിക്കേണ്ടതുണ്ട്, പരിധിയും നിശ്ചയിക്കേണ്ടതുണ്ട്. അധികാരത്തിന് എന്തുകൂടി നിശ്ചയിക്കേണ്ടതുണ്ട്, പരിധിയും നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പരിധി എന്ന് പറയുന്ന ഈ വാക്ക് നിങ്ങളെപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, PSCയുടെ കുറച്ച് വർഷങ്ങളായിട്ട് PSC എക്സാമിൻ്റെ രീതികൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അല്ലേ. അതിൽ നിങ്ങൾ ഏറ്റവും അധികം കാണുന്ന ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാറുണ്ട് അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് പലപ്പോഴും കഴിഞ്ഞ പല എക്സാമുകളിലും വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഭരണഘടനയുടെ ഉദ്ദേശം എന്താണ് എന്നത് സംബന്ധിച്ച്. അപ്പോൾ ഭരണഘടന ഈ താഴെ തന്നിട്ടുള്ളവയിൽ എന്താണ് ഭരണഘടന ഉദ്ദേശമെന്നോ, അല്ലെങ്കിൽ ഈ താഴെ തന്നിട്ടുള്ളവയിൽ എന്ത് ആണ് ഭരണഘടനയുടെ ഉദ്ദേശമായിട്ട് വരാത്തത് എന്നോ, ഈ രണ്ട് രീതിയിലും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഈ പറഞ്ഞ എല്ലാം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇത്, പരിധി നിശ്ചയിക്കുക. ഭരണഘടന എന്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നുണ്ട്, അധികാരത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഉദാഹരണമായിട്ട് എന്താ പറയുക, നിങ്ങൾ റിട്ടുകൾ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. റിട്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. എന്താണ് റിട്ടധികാരം? ഈ റിട്ടധികാരങ്ങൾ നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റുകൾ എപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു പൗരനും ഡയറക്റ്റ്ലി സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചുകൊണ്ട് അതിനൊരു ആശ്വാസം നേടിയെടുക്കാൻ സാധിക്കും അല്ലേ. ഇതാണ് എന്ത്, റിട്ടധികാരങ്ങൾ. അപ്പോൾ കോടതിക്ക് ഇത് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി എന്ത് ചെയ്യും, ചിലപ്പോൾ റിട്ട് ഉത്തരവുകൾ പുറപ്പെടുക അല്ലേ. നിങ്ങൾ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർച്ചോററി, കോവാറണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഹിബിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഭരണഘടന എന്ന് പറയുന്നത് അധികാര സ്ഥാപനങ്ങളുടെ, അത് ഗവൺമെൻറ്റിൻ്റെ ആകാം അല്ലെങ്കിൽ അധികാര സ്ഥാപനങ്ങളുടെ എല്ലാത്തിൻ്റെയും മുകളിലേക്കുള്ള ഒരു പരിധി നിശ്ചയിക്കുന്ന ഡോക്യുമെൻ്റ് കൂടിയാണ് ഇത് ഭരണഘടന എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ തീരുമാനങ്ങളും അല്ലെങ്കിൽ നടപടികളും എടുക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന അധികാരം കൃത്യമായിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ ആ അധികാരത്തിനുള്ള പരിധിയായിട്ട് കൂടി പ്രവർത്തിക്കുന്നത് ആരാണ്, ഭരണഘടനയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേയധികം കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഈ ഭരണഘടനയെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, രാജ്യത്തിൻ്റെ നിയമം അല്ലേ. എന്താണ്, ലോ ഓഫ് ദ ലാൻഡ് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത് ആരെയാണ്, നമ്മൾ ഈ ഭരണഘടനയാണ് ലോ ഓഫ് ദ ലാൻഡ് എന്ന പേരിൽ നമ്മൾ വിളിക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഭരണഘടനയുടെ പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു തീർച്ചയായിട്ടും. അപ്പോൾ
ആ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തെല്ലാമാണ് നമ്മളുടെ ഭാരതീയ ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ, സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ ആ പ്രത്യേകതകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, മനസ്സിലാക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം അല്ലേ, ലിഖിത ഭരണഘടനകളുണ്ട്, അലിഖിതമായിട്ടുള്ള ഭരണഘടനകളുണ്ട്. നമ്മളുടെ ഭരണഘടനയിലേക്ക് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ പോകുന്ന പോക്കിൽ പഠിക്കുന്നതായിരിക്കും. സാധാരണ നിങ്ങൾക്ക് എൻ്റെ ഒരു ക്ലാസ് നിങ്ങൾ ആരെങ്കിലും നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായിരിക്കും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അരമണിക്കൂർ എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസിൻ്റെ എന്തുണ്ടാകും, ഒരു കവറേജ് നമ്മൾ നടത്താറുണ്ട്. എന്തെല്ലാമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുള്ളതായിരിക്കും നമ്മളുടെ ആദ്യത്തെ ക്ലാസ് എപ്പോഴും ഉണ്ടാവാറുള്ളത് അല്ലേ. നമ്മളിവിടെ അത് ചെയ്യാതിരിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം, LDCയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ വർഷത്തെ വരാൻ പോകുന്ന എക്സാമിൻ്റെ കൃത്യമായിട്ടുള്ള സിലബസ് എന്തെന്ന് നമുക്കിതുവരെ കൃത്യമായൊരു സിലബസ് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് നടന്ന എക്സാമിൻ്റെ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ഏതാണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ തന്നെ പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് എന്ന് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് അങ്ങനെ ഒന്നും പറഞ്ഞു തരാൻ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, പ്രിലിംസിൽ വളരെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്, പക്ഷേ 10 മാർക്കിനാണ് ആ ഭാഗം തന്നിട്ടുള്ളത് അല്ലേ. അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗം, ദേശീയ പതാക, അതുപോലെ തന്നെ ദേശീയ ഗാനം, ഇത്തരത്തിലുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചില കുറച്ച് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബോഡികൾ, അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളത്. എന്നിട്ട് 10 മാർക്ക് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ മാത്രം ഒതുങ്ങുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ മെയിൻസ് നോക്കുകയാണെങ്കിലോ അതിൽ കൂടുതലായിട്ടുള്ള ഏതാണ്ട് നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻസിൻ്റെ ഭാഗമായി തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങളോട് ഹൻഷാദ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാത്രമുള്ള ഒരു കോഴ്സല്ല നമ്മളിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു പഠനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ ഈ കോഴ്സുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. പക്ഷേ അതിന് മുൻപ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലേക്ക് എത്തിയ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് 2 ക്ലാസ്സിലായിട്ട് പറയുന്നില്ല. അത് അവസാനം സമയമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം ചർച്ച ചെയ്യാം. പക്ഷേ ഞാനത് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് സൂചിപ്പിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ പഠിപ്പിച്ച് പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കില്ല, പ്യുവർലി പ്രിലിംസ് ഓറിയൻറ്റഡ് അല്ല. പ്രിലിംസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇഫ് ദർ ഇസ് എ പ്രിലിംസ് ഓർ ഇഫ് ദർ ഇസ് എ മെയിൻസ്, എങ്ങനെയാണ് അവർ സ്ട്രക്ചർ വരുന്നത് അതനുസരിച്ച് എന്ത് സ്ട്രക്ചർ വരികയാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള, നമ്മൾ കവർ ചെയ്യേണ്ട ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന ഒരു കോഴ്സായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ. അതിനോടൊപ്പം സംശയങ്ങൾ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയാം, സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് LDCയുടെ ഓരോ വിഷയങ്ങൾക്കും സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും നിങ്ങൾ ചേർന്നിട്ടുള്ള ആളുകൾക്ക്. അതിൽ നിങ്ങൾക്ക് എന്താ പറയുക വരുന്ന സംശയങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളുമായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതാണ്ട് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ തുടങ്ങാം. ഇനി അങ്ങോട്ട് പോകും തോറും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എങ്ങനെയാണ് നമ്മുടെ രീതികളെന്ന് മനസ്സിലാകും. മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും ഇടയ്ക്കൊക്കെ, അവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. കഴിഞ്ഞ യൂണിവേഴ്സിറ്റീസിൻ്റെ മെയിൻസിലുള്ള നമ്മളുടെ റിവിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ ഒരു തരത്തിലുള്ള റിവിഷൻ പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അവസാന ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക, കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാം ഇതിൻ്റെ PDF ആദ്യം ഹൻഷാദും അത് ഞാനും അത് ഈ PDF കൊടുക്കൽ പറഞ്ഞ പരിപാടി വേണ്ട എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന ആൾക്കാരായിരുന്നു. പിന്നെ എല്ലാവരും വന്നിട്ട് PDF എവിടെയെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോഴാണ് PDF കൊടുക്കാനായത്. നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ട്സിൻ്റെ ഒരു എഫക്റ്റ് ഒരു PDF-നും തരാൻ സാധിക്കില്ല. ട്രൈ ടു മേക്ക് നോട്ട്സ് പറയുന്നതനുസരിച്ച് കൃത്യമായി നിങ്ങളൊപ്പം കണ്ട് ആ ഒരു പേസിൽ അതുപോലെ നോട്ട്സ് എഴുതി പോയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഉറയ്ക്കുന്ന പോലെ ആവില്ല വേറെ എന്ത് ചെയ്താലും. സോ ഇനി നമ്മൾ അങ്ങോട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാനായിട്ട് ശ്രമിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. PDF സൈഡിൽ ഇരുന്നോട്ടെ, പക്ഷെ നിങ്ങളുടെ കൈയക്ഷരത്തിൽ ഉണ്ടാക്കുന്ന നോട്ട് പോലെ ആവാൻ സാധ്യതയില്ല. വ്യത്യസ്തമായ പഠന രീതിയിലുള്ള ആളുകളുണ്ടാകും, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ആദ്യത്തെ ഭരണഘടനയുടെ ഒരു ഉദ്ദേശം എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അധികാരങ്ങളിൽ മൊത്തത്തിലുള്ള ഭരണത്തിൻ്റെ ഏകോപനം, തീരുമാനം മറ്റും എന്താ പറയുക അധികാരങ്ങളും മറ്റും ആരുടെ കയ്യിലാണെന്നുള്ള തീരുമാനം, ആ അധികാരത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നത്. സോ ഇതെന്താണ്, ഈ അധികാര പരിധി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണെന്ന് ആലോചിക്കുക. പലതവണ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളൊരു ഭാഗം കൂടിയാണെന്ന് ഓർക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുൻപ് സ്ഥിരമായിട്ട് നമ്മളുടെ ഇതിനു മുമ്പ് ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ എപ്പോഴും തുടങ്ങുന്ന
ഭരണഘടനയിലേക്കുള്ള നാൾ വഴികൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഭരണഘടനയിലേക്ക് നമ്മൾ എത്തിയ നാൾ വഴികൾ പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഭരണഘടനയിലേക്ക് എത്തിയത് എന്ന കാര്യം സംസാരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ക്ലാസ്സുകൾ ആരംഭിക്കാറുള്ളത്. പക്ഷേ ഇന്ന് പ്രിലിംസിൻ്റെ ഭാഗമായിട്ടാകട്ടെ മെയിൻസിൻ്റെ സിലബസ് ആയിട്ടാകട്ടെ നമ്മൾ LDCയുടെ നോക്കിയ സമയത്ത് എന്ത് കാണുന്നില്ല? ഈ നാൾ വഴി എന്ന് പറയുന്നൊരു ഭാഗം കാണുന്നില്ല. പക്ഷേ പറയട്ടെ, ഡിഗ്രി ലെവലിലെ സമയത്തും ഇതുപോലെ തന്നെ ഈ നാൾ വഴി എന്നൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1813 അതോ 33 കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല, ഇതിലേതോ ഒരു ചാർട്ടർ ആക്ടിനെ കുറിച്ചുള്ള ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ ഒന്ന് ഇപ്പോൾ ഇതെന്താണ് ഓർമ്മപ്പെടുത്തുകയാണെന്ന് കഥ, അത്രയും ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അവസാന ഭാഗത്ത് നമ്മുടെ സമയമനുസരിച്ചും ആ സമയത്ത് എന്താ പറയുക കൃത്യമായ സിലബസ് അവൈലബിൾ ആകുന്നതിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം? നമുക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഏതെല്ലാമാണ് ഭാഗങ്ങൾ എക്സ്ട്രാ ഉൾപ്പെടുത്തേണ്ടത് എന്ന് നോക്കിയിട്ട് അവ കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ പറയുന്നു, ആവശ്യമനുസരിച്ചാണ് ഉൾപ്പെടുത്തുക. ആവശ്യമില്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കില്ല. അതുകൊണ്ട് ഒരിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ചർച്ചകൾക്ക് ശേഷം നമ്മളത് കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും പറയുന്നത് പോലെ തന്നെ നമ്മൾ എങ്ങോട്ട് കിടക്കുകയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് നമ്മൾ കടക്കും. അതിനു മുമ്പ് നമ്മൾ 2 ഫേസുകളായിട്ട് കഥ വളരെ ചുരുക്കി പറയാൻ കേട്ടോളൂ നിങ്ങൾ. അതായത് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മളെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഭരണ സമയത്ത് നിങ്ങൾക്കറിയാം പലപ്പോഴായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനത്തെ ഒരു കമ്പനി ആയിരുന്നു? കൂട്ടുകാർക്ക് അറിയാവുന്നതാണ് അല്ലേ? ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനി ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ എന്ത് ചെയ്യുകയാണ്? പതുക്കെ യുദ്ധങ്ങൾ നടത്തുകയാണ്. നിങ്ങൾക്കറിയാം അല്ലേ? 1857 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷമിക്കണം, 1857 എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ. 1857 അല്ല, നമുക്കറിയാം 1757 മുതൽ അല്ലേ പ്ലാസി വാർ മുതൽ ആരംഭിക്കുകയും 1764 ബോക്സർ വാറിലേക്ക് വരികയാണ്. അങ്ങനെ നിങ്ങൾക്കറിയാം എന്ത് സംഭവിക്കുന്നുണ്ട്? കമ്പനി പതുക്കെ അധികാരങ്ങൾ കൈയാളുന്നുണ്ട്. മോഡേൺ ഇന്ത്യ നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അറിയുന്ന നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഫുൾ ടൈം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമാണോ ഭരിച്ചിരുന്നത്? തീർച്ചയായിട്ടും അല്ലെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? 1757 തുടങ്ങുന്ന ഈ ഒരു ഒഫീഷ്യലായിട്ട് ഏതാണ്ട് ബംഗാളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബംഗാളിലെ തോൽവിയോട് കൂടിയിട്ട് ആ ബംഗാളിലെ വളരെ ശക്തമായിട്ടുള്ള റവന്യൂ ആർക്ക് ലഭിക്കുകയാണ്? കമ്പനിക്ക് ലഭിക്കുകയാണ്. ഈ റവന്യൂ വളരെയധികം സഹായകരമാവുകയാണ് അല്ലേ? ഇതിന് ശേഷം ഡിസൈസീവായിട്ട് നടക്കുന്ന കർണാടിക് വാറുകളുടെ അവസാനം നിങ്ങൾക്കറിയാം. ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധങ്ങൾ നിങ്ങൾക്കറിയാം. അതിനുശേഷം നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള എന്താ പറയുക മറാത്ത എംപയറുമായിട്ട് നടന്നിട്ടുള്ള യുദ്ധം നിങ്ങൾക്കറിയാം. ഈ യുദ്ധങ്ങൾക്ക് എല്ലാത്തിനും ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ സമയത്ത് ഇവർക്ക് ഇവിടുന്ന് കിട്ടുന്ന ബംഗാൾ, അതുപോലെ തന്നെ ബീഹാർ, ഒറീസ അല്ലേ? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ റവന്യൂ പിരിക്കാനുള്ള കിട്ടുന്ന അധികാരം ഈ പ്ലാസി യുദ്ധവും അതോട് ബോക്സർ യുദ്ധവും കഴിയുന്നതോടുകൂടിയിട്ട് ആർക്ക് ലഭിക്കുന്നുണ്ട്? കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനിടയിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് യുദ്ധങ്ങളുണ്ട് അല്ലേ? കർണാടിക്കിന് ശേഷമൊക്കെ നടക്കുന്ന യുദ്ധങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ആലോചിക്കുക, വർഷങ്ങൾ ചേർത്ത് പഠിക്കാൻ നോക്കുക നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി ഉള്ള യുദ്ധങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോൺസർഷിപ്പ് പോലെ അവർക്ക് ലഭിക്കുക റവന്യൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം പണം വേണം അല്ലേ? നമ്മളെപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയാം, ചെമ്പുണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ? നമുക്ക് എന്തും നടക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ ഇത് ലഭിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? പിന്നീട് നടക്കുന്ന യുദ്ധങ്ങളിൽ കമ്പനി അതിശക്തമായിട്ടുള്ള പോരാട്ടം, കാരണം അവർക്ക് റവന്യൂ ലഭിക്കുകയാണ്, ആയുധങ്ങൾ വാങ്ങാം, എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സാധിക്കും അല്ലേ? ഈ രീതിയിൽ തുടങ്ങുന്ന കമ്പനിയുടെ ഭരണം മുതൽ അങ്ങോട്ട് പിന്നീട് എന്ത് നമുക്ക് കാണുന്നുണ്ട്? നമ്മളുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ, 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന, ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിക്കപ്പെടുന്ന ആ കാലഘട്ടം വരേക്കും കമ്പനിയുടെ ഭരണമാണ്. അതാണ് 1ാമത്തെ ഫേസ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനിടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ കഥ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ നമ്മൾ പിന്നീട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ പറയാം. പ്രൈവറ്റ് കമ്പനിയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരൊറ്റ പ്രൈവറ്റ് കമ്പനി മാത്രം. ഇന്ത്യ എന്ന് പറയുന്നത് അന്നത്തെ സ്വപ്ന നഗരിയാണ് അല്ലേ? എല്ലാ സമ്പത്തുമുള്ളൊരു സ്ഥലം എന്നാണ് അന്നത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം ഇത് മുഴുവൻ ഇങ്ങനെ അവിടെ ഭരിക്കുന്നത് കണ്ടപ്പോൾ ബ്രിട്ടനിലെ ബാക്കി കമ്പനികൾക്ക് അസൂയ വരും സ്വാഭാവികമായിട്ടും. അവർ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവർ ലോബിയിങ് നടത്തും. നടത്തുകയും അവരെന്ത് ചെയ്യും? കമ്പനിയെ ഇങ്ങനെ വിട്ടുകൂടാ എന്ന് തുടർച്ചയായിട്ട് എന്ത് ചെയ്യും? അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം ഓരോ ആളുകളും എന്ത് ചെയ്യും? പതുക്കെ ഓരോ MP-മാരായിട്ട് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ നിയമം നിർമ്മിക്കാനുള്ള എന്ത് ചെയ്യും? ഒരു
ഒരു തുടക്കത്തിലേക്ക് അവരെന്ത് ചെയ്യും, അവർ പതുക്കെ എത്തുകയാണ്. ഇങ്ങനെ വരുന്ന ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആദ്യമായി പാസ്സാക്കുന്ന നിയമമാണിത്, റെഗുലേറ്റിംഗ് ആക്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യണം, നിയന്ത്രിക്കണം. അതിനായിട്ട് ആദ്യമായിട്ട് പാസ്സാക്കുന്ന ആക്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. കണ്ടു നിങ്ങൾ, 757 എന്ത് ചെയ്തു, പ്ലാസി ജയിച്ചു, ബോക്സർ ജയിച്ചു. അതോടുകൂടി കമ്പനിക്കായി ഇവിടുത്തെ അധികാരം അല്ലേ. പിന്നീട് നിങ്ങൾക്കറിയാം കർണാടിക് വാർ, ടിപ്പു സുൽത്താനുമായിട്ടുള്ള വാറുകളൊക്കെ പിന്നീട് ഓരോന്ന് വരുന്നുണ്ട്. കമ്പനി പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നിലേക്ക് പോയി തുടങ്ങുന്നുണ്ട് അല്ലേ. മറാഠ വാറുകളുടെ ഒരു ആരംഭം നിങ്ങൾക്കറിയാം. അപ്പോൾ ജനറലി എന്ത് സംഭവിച്ചു, കമ്പനി അവരാണ് മുന്നിൽ എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കമ്പനി എന്ത് ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. അവിടെ നിന്ന് അങ്ങോട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് കമ്പനിയുടെ, അതായത് 73 റെഗുലേറ്റിംഗ് ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചാർട്ടർ കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് അല്ലേ. ഇവിടേക്ക് വരുമ്പോൾ തന്നെ എന്താണ്, ചാർട്ടർ കൊടുക്കുന്നുണ്ട് രാജ്ഞി അല്ലേ. നിങ്ങൾ എന്ത് ചെയ്തോളൂ, നമ്മളുടെ പേരിൽ എന്ത് ചെയ്തോളൂ, അവിടുത്തെ സോവറിൻ രാജ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യുദ്ധം നടത്താം, വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ യുദ്ധം പ്രഖ്യാപിക്കാം, സമാധാനം എന്ത് ചെയ്യാം, എഗ്രിമെൻ്റ് ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞ് ചാർട്ടർ കൊടുക്കുന്നുണ്ട്. ഈ ചാർട്ടർ പിന്നെ 773 റെഗുലേറ്റിംഗ് ആക്ടിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചാർട്ടർ കൊടുക്കും, 20 കൊല്ലത്തേക്ക് കൊടുക്കും. അപ്പോൾ 73 + 20 എത്രയാണ്, 93. അപ്പോൾ 93 എന്ത് ചെയ്യും, അടുത്ത ചാർട്ടർ കൊടുക്കും 20 കൊല്ലത്തേക്ക്, 13 വരെ. 13 അടുത്ത ചാർട്ടർ 33 വരെ. അതിനുശേഷം അടുത്ത ചാർട്ടർ 53 വരെ. 53 ഈ ഓരോ ചാർട്ടറിലും എന്ത് പറയും, ഇനി അങ്ങോട്ട് 20 കൊല്ലത്തേക്ക്, ഇനി അങ്ങോട്ട് 20 കൊല്ലത്തേക്ക് ഇതാ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യും, പറയുന്നുണ്ട്. പക്ഷേ 53 എന്ത് പറയില്ല, ഇനി അങ്ങോട്ട് 20 കൊല്ലത്തേക്ക് ഇന്ന് പറയില്ല. അപ്പോൾ 53 എത്തുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ സമയത്തും നമ്മൾ കൃത്യമായി വിശദമായിട്ട് പൊളിറ്റിക്കൽ KASൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ വിശദമായി കഥ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സിലേക്ക്, ഡിഗ്രി ലെവലിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഓരോ ഇങ്ങനത്തെ ആക്ടുകൾ കഴിയും തോറും എന്താ ചെയ്യുന്നത്, ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ എന്താണ്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ന് നമുക്ക് പറയാം, ഇവരെന്ത് ചെയ്യുകയാണ്, ഇവർ കമ്പനിയുടെ അധികാരങ്ങൾ ഇങ്ങനെ വെട്ടിക്കുറച്ച് വരികയാണ്. അതൊന്നും ഇന്ത്യക്കാർക്ക് ഒരു തരത്തിലും പോസിറ്റീവായിട്ട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഇന്ത്യക്കാർക്ക് അപ്പോഴും എന്ത് തന്നെയാണ്, അപ്പോഴും ദുരിതം തന്നെയാണ്. പക്ഷേ കമ്പനിയുടെ അധികാരത്തിലേക്ക് പതുക്കെ പാർലമെൻറ്റ് അല്ലെങ്കിൽ ക്രൗൺ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ കടന്നു കയറുകയാണ്. ഇവരൊരു ചാൻസിന് വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഒന്നാം ഫേസ് അവസാനിക്കാനായിട്ടുള്ള കാരണമായിട്ട് എന്ത് സംഭവിക്കുന്നത്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതോടുകൂടിയിട്ട് ക്രൗൺ എന്ത് ചെയ്യുകയാണ്, കമ്പനിയോട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഇനി തോക്കൊക്കെ മടക്കി വെച്ചിട്ട് പോയിട്ട് എന്ത് ചെയ്തോളൂ, റെസ്റ്റ് എടുത്തോളൂ. കംപ്ലീറ്റ് ആയിട്ട് എന്ത് എടുക്കുകയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ത് സംഭവിക്കുകയാണ്, ക്രൗണ് അധികാരം ഏറ്റെടുക്കുകയാണ് കമ്പനിയിൽ നിന്ന്. ഇതിന് ശേഷം ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാരെ പതുക്കെ എന്ത് ചെയ്യണം, അധികാരത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് ഉൾപ്പെടുത്തണം എന്നൊരു കൺസെപ്റ്റോട്, അതിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ല ആ ക്ലാസ്സുകളിൽ. ആ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ കൗൺസിൽസ് ആക്ടുകൾ വരികയാണ് അല്ലേ. ഈ ഓരോ കൗൺസിൽസ് ആക്ടിലൂടെയും പതുക്കെ എന്താണ്, ഇന്ത്യക്കാർ ആദ്യമായിട്ട് എന്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാകുന്നുണ്ട്. അതിനുശേഷം ബജറ്റും മറ്റും പതുക്കെ എന്താണ് ചർച്ച ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്നുണ്ട്, ചോദ്യം ചോദിക്കാനുള്ള അധികാരം ലഭിക്കുന്നുണ്ട്. ശേഷം 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് അല്ലേ, ഇത് ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, മോർലി മിൻഡോ റിഫോംസ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലേ. മോർലി മിൻഡോ റിഫോംസ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഏതാണ് ഈ ഒരു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 അല്ലേ. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഒക്കെ എന്താണ് വന്നിട്ടുള്ള ആക്ട്. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീടും പതുക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആദ്യമായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരൻ വരുന്നുണ്ട് അല്ലേ. ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുകയാണ്. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അല്ലേ. ഇത് നിങ്ങൾക്കറിയാം, പല ഡയാർക്കി ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങളും കൊണ്ടുവന്നതാണ് ഈ ഒരു ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഓരോരോ ആക്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇനി അതിനിടയിൽ എന്തുണ്ട്, മറ്റ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏതെല്ലാമായിരുന്നു, 1919 ഈ ആക്ടിന് ശേഷം നമുക്ക് വരുന്ന ഒരു ആക്ട് ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്, എന്നോട് ക്ഷമിക്കണം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. ഏതാണ്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ച് കേട്ടോ. അതായത് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് സംസാരിക്കുന്ന കാര്യം വിട്ടുപോയതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴത്തെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയില്ലേ, ഈ ഭരണഘടനയുടെ ഏതാണ്ട് പകുതിയോളം കാര്യങ്ങൾ ഈ 35 ആക്ടിൽ നിന്ന് എന്ത് ചെയ്തിട്ടാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ കാര്യം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. നമ്മളുടെ സിലബസിൽ ഒട്ടും തന്നെ എന്താ പറയുക അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് പേഴ്സണലി ഈ കാര്യങ്ങൾ മുഴുവനായി
ആയിട്ട് പറഞ്ഞു പോകാതെ നമ്മളുടെ പൊളിറ്റിക്സ് ക്ലാസ് എന്താ പറയുക പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മിക്കവാറും ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ 2 ക്ലാസ്സുകൾ എടുത്ത് തരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കിപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തോന്നുന്നു. കാരണം നമ്മൾ എപ്പോഴും തുടങ്ങാറുള്ള ഇവിടെ നിന്നാണ്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും തീർക്കാം. ഓക്കെ, ഞാനത് എന്തായാലും എടുത്ത് തരാം നിങ്ങൾക്ക്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലോ അല്ലെങ്കിൽ ഇവിടേക്ക് എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മുഴുവനായിട്ട് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ ഫൈൻ, ഇന്ന രീതിയിലാണല്ലേ നമ്മുടെ ഭരണഘടനയിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്കും ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓഫ് 1935 വരുന്നുണ്ട്. ഇതിന് മുൻപ് നിങ്ങൾക്ക് അറിയാമല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. 1931 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ട്. ഈ ഒറ്റ ഒന്നിലേ ആര് പങ്കെടുക്കുന്നുള്ളൂ, കോൺഗ്രസ് പങ്കെടുക്കുക തന്നെ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം എന്താണ്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈറ്റ് പേപ്പർ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ശേഷം 35 ആക്ട് വരികയും ശേഷം ഇലക്ഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇലക്ഷൻ നടക്കും. ഇലക്ഷനിൽ 1937 നടക്കുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് വളരെ മികച്ച വിജയം നേടുകയും മന്ത്രിസഭകൾ രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം 1939 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും നമ്മളോട് ചോദിക്കാതെ നമ്മളുടെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചിട്ട് എല്ലാ മിനിസ്റ്ററുകളും രാജിവെക്കുകയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ. അപ്പോൾ ഇതിന് ശേഷം എന്ത് സംഭവിക്കുകയാണ്, വളരെ ക്വിക്കായിട്ട് പിന്നീട് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ. ഈ ആക്ടുകൾക്ക് എല്ലാത്തിനും ശേഷം പെട്ടെന്ന് 1940 എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധത്തിന് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വേണം എന്നതുകൊണ്ട് 1940 ഒരു ഓഗസ്റ്റ് ഓഫറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സമീപിക്കുന്നുണ്ട്. ശേഷം 1942 ക്രിപ്സ് മിഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സമീപിക്കുന്നുണ്ട്. ശേഷം 1945 എന്ത് സംഭവിക്കുന്നുണ്ട്, യുദ്ധമൊക്കെ ഏതാണ്ട് അവസാനിച്ചു. പിന്നീട് വേവൽ പ്ലാൻ വരുന്നുണ്ട്. ശേഷം 1946 എന്ത് വരുന്നുണ്ട്, ക്യാബിനറ്റ് മിഷൻ വരുന്നുണ്ട് അല്ലേ. ഇവയ്ക്ക് എല്ലാത്തിനും ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 എന്ത് ചെയ്യുന്നത്, മുന്നിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ക്ലെമന്റ് അറ്റ്ലി എന്ത് പറയുകയാണ്, 1948 ജൂൺ 30 മുമ്പ് എന്ത് ചെയ്യും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ പറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ വിഭജനത്തിന് തീരുമാനിക്കുകയും മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ, ബാൾക്കൺ പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാൻ പിന്നീട് അവതരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരിൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇയാൾ ഈ ആക്ടുകൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു പോയത്, ഈ കഥയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം. അത് പൂർണ്ണമായും പറയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കഥയും പറഞ്ഞു തരണമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, തീർച്ചയായിട്ടും 2 ക്ലാസ്സിലൂടെ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം പക്ഷേ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് പറയാനുള്ള പ്രധാന കാരണം, ഈ ഓരോ ആക്ടുകളും ശ്രദ്ധിച്ച് കേൾക്കുക, ഈ ഓരോ ആക്ടുകളും അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ആക്ടുകളും നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന പാർലമെൻ്ററി സ്വഭാവമുള്ള നമ്മളുടെ ഒരു ഭരണരീതി ഉണ്ടല്ലോ, ആ ഒരു ഭരണരീതിയിലേക്ക് വിവിധ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ പലതും സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1935 ആക്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളൊരു ബൈക്യാമറൽ സിസ്റ്റം എന്ന രീതിയിലൊരു ബൈക്യാമറൽ സിസ്റ്റം വരുന്നത്, ഡയാർക്കി എന്ന് പറയുന്നൊരു രീതി വരുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ എമർജൻസി പ്രൊവിഷൻസ് വരുന്നത്, ഗവർണർമാരുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നത്, നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിർമ്മാണങ്ങൾ വരുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ 35 ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓരോ ആക്ടിലൂടെയും നമ്മൾ പിന്നീട് സൃഷ്ടിച്ച ഭരണഘടനയുടെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് അതിലെ പ്രധാനപ്പെട്ട സോഴ്സുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിവിധങ്ങളായിട്ടുള്ള ആക്ടുകൾ കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാൾ വഴികൾ എന്ന രീതിയിൽ, ഭരണഘടനയുടെ നാൾ വഴി എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവയോരോന്നും നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇത് എപ്പോഴും 2 ക്ലാസ് എടുത്ത് പഠിപ്പിക്കാറുള്ളത് എന്നുള്ളത്. നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്നാണ്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനിടയിൽ ആ 2 ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ തരുന്നതായിരിക്കും, ഈവൻ ദോ ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ സിലബസ്. കാരണം നിങ്ങൾക്കത് അറിഞ്ഞാൽ, ഇനി എങ്ങാനും ചോദ്യം വരുമോ എന്നുള്ളൊരു കാരണത്തിനോടൊപ്പം തന്നെ അതറിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ തുടക്കമായി എന്ന് നിങ്ങൾക്ക് അറിയുന്നതിന് കൂടി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഭരണഘടന എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അതൊരു ഡോക്യുമെൻ്റ് ആണ് എന്നും എന്തിനാണ് ആ ഡോക്യുമെൻ്റ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മാഗ്ന കാർട്ട എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. എന്താണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്? 1215 അല്ലേ, ലോകത്തിലെ ഏറ്റവും ആദ്യം ഒരു ഒരു റൈറ്റ്സിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഓഫ് റൈറ്റ്സ്
ഡോക്യുമെൻ്റ് ഓഫ് റൈറ്റ്സ് അഥവാ അവകാശങ്ങളുടെ ഒരു പത്രിക എന്ന രീതിയിൽ അറിയപ്പെടുന്നത് 1215 ജൂൺ 15 മാഗ്ന കാർട്ട ഒപ്പുവെച്ചല്ല. കിങ് ജോൺ ആരാണ്? ബ്രിട്ടീഷ് രാജാവായിരുന്നില്ല, കിങ് ജോൺ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹമാണ് ഒപ്പിട്ടത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്ന കാർട്ട എന്തായിരുന്നു? ആ കാലഘട്ടത്തിൽ എല്ലാം രാജാവാണ് എന്നൊരു തലത്തിന് അതീതമായിട്ട് പ്രഭുക്കന്മാർക്കും ബാക്കിയുള്ള പല ആളുകൾക്കും എന്താണ്, ഓരോരോ സെക്ഷനിലുള്ള പല ആളുകൾക്കും എന്താണ്, ചില പ്രത്യേക അവകാശങ്ങൾ, അവർക്കുമുണ്ട് ചില അവകാശങ്ങൾ എന്ന തലത്തിലേക്ക് ഭരണത്തിൻ്റെ ഒരു കൺസെപ്റ്റ് മാറ്റിയ ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നു ഏത്? മാഗ്ന കാർട്ട എന്ന് പറയുന്ന 1215 ഒപ്പിട്ട കിങ് ജോൺ ഒപ്പിട്ടിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് അല്ലേ? എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ അവകാശങ്ങൾ എന്ന വാക്കാണ് നമുക്ക് ഭരണഘടന എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും നമുക്ക് ഓർമ്മ വരുത്തുക. അതൊരു തരം വരെ എന്താണ്, ശരിയുമാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അധികാരത്തിൻ്റെ എന്താണ്, അധികാരം എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് അല്ലേ? അവരുടെ പരിധി നിശ്ചയിക്കുന്ന ഡോക്യുമെൻ്റാണ് ഏത്? നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് ആലോചിക്കണം. എഗെയിൻ പറയാൻ കാരണം ഇത് പല തവണ ഈ കൺസെപ്റ്റ് ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഭരിക്കുന്ന ലെജിസ്ലേച്ചർ ആകട്ടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത് എക്സിക്യൂട്ടീവ് ആകട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഭരണകർത്താക്കളാകട്ടെ, ആരും ആകട്ടെ, അവരുടെ എല്ലാവരുടെയും അധികാരത്തിന് പരിധി നിശ്ചയിക്കുന്നതാണ് ആര്? ഭരണഘടന എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല നിയമനിർമ്മാണങ്ങൾ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ പല നടപടികൾ, ഇപ്പോൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മന്ത്രിസഭ കൂടിയിട്ടൊരു തീരുമാനം എടുക്കുകയാണ്, പോലീസ് അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുകയാണ്, അപ്പോൾ പ്രതിഷേധിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ കേൾക്കാറുള്ളൊരു വാക്കാണ് എന്താണ്, ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയായിരുന്നു എന്ന് പറയും അല്ലേ? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയ്ക്കെതിരായിരുന്നു. ഭരണഘടന അധികാരത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രമിക്കുക, മറക്കരുത്. ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഭരണഘടനയുടെ നേരത്തെയുള്ള ഒരു നാൾ വഴി പറഞ്ഞു അല്ലേ? അതിനോടൊപ്പം നമ്മൾ സംസാരിക്കേണ്ട ചില വ്യക്തികളും അല്ലെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ചില ആശയങ്ങളുമുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നോക്കുക അല്ലേ? നമുക്കൊന്നാ നോക്കൂ. ആദ്യമായിട്ട് പലതവണ LDCയുടെയും എന്താ പറയുക യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഇത്. ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു 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 സ്വതന്ത്രമായിട്ടുള്ളൊരു ഭരണഘടന വേണം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് MN റോയ് ആയിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. 1934 അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്ന ഒരു ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിലൂടെയാണ് ശ്രീ MN റോയ് എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ 1934 ഇന്ത്യക്ക് ഭരണഘടന സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്നും ആ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കണം, ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കണം എന്നും പറയുന്നത് ആരായിരുന്നു? MN റോയ് ആയിരുന്നു. ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഈ ഒരു ആശയം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ MN റോയ് എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ഒരു എന്താ പറയുക ഒരു സ്പെക്ട്രം പോലെ, ഒരു മഴവിൽ സ്പെക്ട്രം പോലെ വിവിധങ്ങളായിട്ടുള്ള എന്താ പറയുക സ്വഭാവങ്ങളുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹം ആദ്യമായിട്ട് എന്താ പറയുക ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് എന്താ പറയുക ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലേക്ക്, ഇന്ത്യൻ പൊളിറ്റിയുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഉള്ളിലേക്ക്, പൊളിറ്റിക്സിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക കുത്തിവെച്ച ഒരാളായിരുന്നു ആര്? ഈ ഒരു MN റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹം ആദ്യം ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് തലത്തിൽ സഞ്ചരിച്ചിരുന്ന അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിനെ നമുക്ക് ഒരു റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് അദ്ദേഹം മാറിയെന്ന് പറയാം. എന്താണ് റാഡിക്കൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്? അതായത് അദ്ദേഹം മനുഷ്യനാണ് വലുത്, ജാതിക്കും മതത്തിനും വിശ്വാസത്തിനും വർഗത്തിനും വർണ്ണത്തിനും എല്ലാത്തിനും ഉപരിയായിട്ട് മനുഷ്യൻ്റെ നന്മയാണ് വലുത് എന്ന രീതിയിലുള്ളൊരു റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് തോട്ടിലേക്ക് അദ്ദേഹം പിന്നീട് മാറുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മൾ അതെന്ത് ചെയ്യുന്നില്ല, അത് നമ്മളിവിടെ അധികം പറയുന്നില്ല. അദ്ദേഹം അതായത് 14 വയസ്സുള്ളപ്പോൾ, നിങ്ങൾക്ക് ബംഗാൾ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ, അനുശീലൻ സമിതിയൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ അനുശീലൻ സമിതിയിൽ അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം ഒരു അംഗമായിരുന്നു 14 വയസ്സുള്ളപ്പോൾ, വെറും 14 വയസ്സുള്ളപ്പോൾ. ഈ അനുശീലൻ സമിതി പിന്നീട് എന്ത് ചെയ്തു, നിരോധിക്കപ്പെട്ടു അല്ലേ. അതിനുശേഷം ഒരു ജുഗാന്തർ ഗ്രൂപ്പ് വരികയുണ്ടായി അല്ലേ. നിങ്ങൾക്ക് ജതിൻ മുഖർജിയുടെ ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിങ്ങൾ മോഡേൺ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടാകും. ആ ജുഗാന്തർ ഗ്രൂപ്പിൻ്റെ ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, 1908 അദ്ദേഹം, നിങ്ങൾക്ക് ഖുദിറാം ബോസിനെ അറിയോ അല്ലേ. ഖുദിറാം ബോസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ പിന്നീട് തൂക്കിലേറ്റപ്പെടുകയുണ്ടായി അല്ലേ. അപ്പോൾ ഈ ഖുദിറാം ബോസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നന്ദലാൽ ബാനർജി എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 1908 വെടിവെച്ചു. പിന്നീട് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന തലത്തിൽ, അതായത് ഒരു മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇദ്ദേഹം. ഒരിക്കലും നമ്മൾ ചുരുക്കി പറയാം കേട്ടോ, അതായത് ഇദ്ദേഹം പിന്നീട് USA അമേരിക്കയിലേക്ക് കടക്കും. അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അദ്ദേഹം ലാൻഡ് ചെയ്യുന്നപ്പോൾ തന്നെ, അതായത് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ഏജൻസികൾ ഇദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വാച്ച് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു റാഡിക്കൽ മെമ്പറാണെന്നത് അവർക്ക് അറിയാമായിരുന്നു.
ഇദ്ദേഹം USA പോയിട്ട് ലാൻഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അവിടുത്തെ ഒരു പേപ്പറിൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടനെതിരായിട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ കൂട്ടുകൂടുക എന്നതായിരുന്നു നമ്മളുടെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിൽ റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു രീതി. നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ തന്നെ അറിയാം അല്ലേ, ജപ്പാൻ്റെ ഒപ്പം അദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി, കൂടുകയുണ്ടായി. നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ പല ആളുകളും ജർമ്മനിയുടെയും ജപ്പാൻ്റെയൊക്കെ ഒപ്പം കൂടിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. USA ഇദ്ദേഹം ലാൻഡ് ചെയ്ത് ഉടനെ തന്നെ അവിടുത്തെ ഒരു പേപ്പറിൽ ന്യൂസ് വരുന്നുണ്ട്, അത്രേ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹം ശരിക്കും എന്താണ് ഒരു സ്പൈ ആണോ, ജർമ്മൻ സ്പൈ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മെക്സിക്കോയിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്താണ്, പിന്നീട് അദ്ദേഹം താഷ്കെൻഡിൽ എത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? താഷ്കെൻഡിൽ എത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ താഷ്കെൻഡ് ഘടകം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട്. 1925 സമയത്തൊക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അവിടെ എത്തിയിട്ട് രൂപീകരിക്കുന്നത്. ഈ രീതിയിൽ അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നായിരുന്നു. നരേന്ദ്രനാഥ് ഭട്ടാചാര്യ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ഇദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യുകയാണ് അദ്ദേഹം, അതായത് US എല്ലായിടത്തും നോട്ടപ്പുള്ളി ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം MN റോയ് എന്നെന്ത് ചെയ്യുകയാണ്, അദ്ദേഹം മാനഭേന്ദ്രനാഥ് റോയ്, അതാണ് MN റോയ്, മാനഭേന്ദ്രനാഥ് റോയ് ആണ് MN റോയ് എന്ന് അദ്ദേഹം പേര് മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിൽ ഒരുപാട് എന്താ പറയുന്നത്. പിന്നീട് അദ്ദേഹം തിരിച്ച് 1930-ലോ 31-ലോ മറ്റ് ഇന്ത്യയിലേക്ക് വരും. പിന്നീട് 5 വർഷത്തോളം അദ്ദേഹം തടവിലായിരിക്കും. അദ്ദേഹം ബ്രിട്ടീഷുകാർ എനിക്ക് തോന്നുന്നു കാൺപൂർ കോൺസ്പിറസിയുടെ ഏതോ ഒരു കോൺസ്പിറസിയുടെ പേരിൽ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, അതിൻ്റെ പേരിൽ അദ്ദേഹം 5 വർഷത്തോളം അദ്ദേഹം ഇന്ത്യൻ ജയിലിൽ കിടക്കും. ശേഷം അദ്ദേഹം പുറത്ത് വന്നിട്ട് പിന്നീട് അദ്ദേഹം കോൺഗ്രസ്സിൽ ചേരും. അധികകാലം ഉണ്ടാവില്ല, കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോകും. ഇങ്ങനെ വളരെ എന്താ പറയുക, ഒരു വലിയ പുസ്തകം എഴുതാൻ പറ്റുന്ന അത്രയ്ക്കും എന്താ പറയുന്നത് ഒരു ജീവിതം ഉള്ള ഒരാളാണ് MN റോയ്. ഇദ്ദേഹമാണ് 34-ൽ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ എന്ത് പറയുന്നത്, അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് പറയുന്ന ആദ്യത്തെ വ്യക്തി. ഓക്കെ ആണോ നിങ്ങൾ? ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? അത് സ്വരാജ് പാർട്ടിയാണ്. ആരാണ്? സ്വരാജ് പാർട്ടിയാണ്. ആരൊക്കെയാണ് സ്വരാജ് പാർട്ടി തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയ ആളുകളാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. നിങ്ങൾക്ക് ആ കഥയും മോഡേൺ ഇന്ത്യയിൽ ഓർമ്മയുണ്ടാകുന്ന വെച്ചാൽ ഞാൻ ആ കഥ പറഞ്ഞു പോയാൽ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പല എന്താ പറയുക അസ്വാരസ്യങ്ങളും ഉണ്ടാവുകയും, പക്ഷേ കോൺഗ്രസ്സിന് പിളരരുത് അല്ലേ, നിങ്ങൾക്കറിയാം അല്ലേ, 1900 തുടക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്, പിളരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നീട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ഒന്നിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു എന്താ പറയുക പിളരൽ ഇനി ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് എന്താണ്, കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്ന ആളുകളാണ് CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ. ഈ സ്വരാജ് പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടി. മോത്തിലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറയട്ടെ, 1928-ലെ നെഹ്റു റിപ്പോർട്ട് നിങ്ങൾ ഇതിനോട് ചേർത്ത് ആലോചിക്കേണ്ടത്. ഞാനിവിടെ എഴുതാൻ മറന്നു പോയതാണ്, ക്ഷമിക്കണം എന്നോട്. നെഹ്റു റിപ്പോർട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള കാര്യമാണ്. അത് മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടും വരാം, വേണമെങ്കിൽ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. എന്താണ് നെഹ്റു റിപ്പോർട്ടിൻ്റെ പ്രത്യേകത? കാരണം അതായത് നിങ്ങൾക്കറിയാമല്ലോ 1919 നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റിപ്പോർട്ടുകളിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1919 എന്ത് വരികയുണ്ടായി. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് രീതിയിൽ ഇന്ത്യയിൽ നിന്നും പല പ്രതിഷേധങ്ങളുണ്ടായി. കാരണം എന്താണ്, വേൾഡ് വാർ 1 അവസാനിച്ച സമയമാണ്. നമ്മൾ വേൾഡ് വാർ 1 ഗാന്ധിജി ഉൾപ്പെടെ എല്ലാവരും ബ്രിട്ടനെ സഹായിച്ചു. എന്ത് പ്രതീക്ഷിച്ചിട്ട്? യുദ്ധം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്രീഡം കിട്ടും, അല്ലെങ്കിൽ വളരെ ശക്തമായൊരു കൺസെൻസ് എങ്കിലും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ അത് കഴിഞ്ഞിട്ട് ഇറക്കിയ ഈ ആക്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല വെച്ചാൽ നിരാശാജനകമായിട്ടുള്ളൊരു ആക്ട് അവർ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരിൽ നടത്തുന്ന ഒരുപാട് പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധങ്ങൾക്കെതിരായിട്ട് ബ്രിട്ടീഷുകാരുടെ അതിശക്തമായിട്ടുള്ള പ്രതികരണമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് അല്ലേ. നിങ്ങൾക്കറിയാം ജാലിയൻ വാലാബാഗ് വെടിവെപ്പൊക്കെ ഉൾപ്പെടെ. അപ്പോൾ ഈ രീതിയിൽ ആകെ കൂടി കാര്യങ്ങൾ കലുഷിതമായപ്പോൾ എല്ലാ റിപ്പോർട്ടുകൾക്കും ശേഷം ഒരു 10 വർഷത്തിന് ശേഷം എന്ത് ചെയ്യും, ഒരു കമ്മീഷനെ ഇവർ നിയമിക്കും. ഈ റിപ്പോർട്ട് ഏത് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നതായിരുന്നു ഇത് സൈമൺ കമ്മീഷൻ. ഈ സൈമൺ കമ്മീഷനിലാണെങ്കിലോ മുഴുവൻ വെള്ളക്കാർ മാത്രം, ഇന്ത്യക്കാരേ ഇല്ല. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ്ലി നമ്മളുടെ എല്ലാ പാർട്ടികളും റിജക്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ സൈമൺ കമ്മീഷൻ 10 വർഷം എടുക്കുന്നില്ല, 8 വർഷം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. 1927 തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മുൻപായിട്ടുള്ള സമയങ്ങളിൽ ഈ തുടർച്ചയായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കളിയാക്കുകയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് ഇന്ത്യക്കാർ എല്ലാത്തിലും പ്രതിഷേധിക്കുക, ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയില്ല എന്നിട്ട് പ്രതിഷേധിക്കുകയാണ്. പറയുന്ന കേട്ടാത്തൊന്നും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭരണഘടന ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന്.
കാരണം വൈറ്റ് സുപ്രീമസി എന്ന് പറയുന്നത് ആ റേഷ്യൽ സുപ്രീമസി എന്ന് പറയുന്നത് എപ്പോഴും ഇവരുടെ രീതിയിലുണ്ടായിരുന്നു. ഇന്ത്യക്കാർ ഭരിക്കപ്പെടാൻ വേണ്ടിയുള്ള ആളുകളാണെന്നും അവർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുമുള്ള ഒരു കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു തങ്ങൾ റേഷ്യലി സുപ്പീരിയർ ആണ് എന്നുള്ള ഭാവം അവർക്ക് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ ബ്രിട്ടനിലാണ് ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനല്ല ഇന്ത്യൻ ഡിസെൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമന്ത്രി ആയിട്ടുള്ളത്. ആ രാജ്യങ്ങളെല്ലാമാണ് നമുക്കിവിടെ G20 വേണ്ടി ഇപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ രാജ്യത്ത് കൂടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ കാലം മാറുന്നൊരു മാറ്റമാണത് തീർച്ചയായിട്ടും, അല്ലെ, നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള കളിയാക്കലുകളിൻ്റെ ഒരു ഭാഗമായിട്ട് 1925 ബ്രിട്ടീഷിൻ്റെ ഹൗസ് ഓഫ് എൽഡേഴ്സിലാണോ കോമൺസിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ആ കാലത്തെ നമ്മളുടെ എന്താ പറയുക സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ബിർക്കിൻ ഹെഡ്, ഞാൻ പേര് ഓർക്കുമായിരുന്നു, എനിക്ക് പേര് പെട്ടെന്ന് മറന്നുപോയി, ബിർക്കിൻ ഹെഡ് ആരായിരുന്നു? ബിർക്കിൻ ഹെഡ് എന്ന് പറയുന്ന നമ്മളുടെ ആ കാലഘട്ടത്തിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അവരൊരു ഭരണഘടന എഴുതി കാണിക്കട്ടെ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെല്ലാം അവർക്ക് എന്താണ്, പ്രതിഷേധമാണ്, എന്നാൽ സ്വന്തമായിട്ട് അത്രയും കഴിവുണ്ടെങ്കിൽ അവരെഴുതട്ടെ എന്ന് പറയുകയാണ്. ഇത് എന്താണ്, ഒരു വെല്ലുവിളിയായിട്ട് എന്ത് ചെയ്യുകയാണ്, കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. ഇതോടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്, നെഹ്റുവിനെ എന്നുവെച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായിട്ടുള്ള മോത്തിലാൽ നെഹ്റു ചെയർമാനായിട്ട് എന്ത് ചെയ്യുകയാണ്, 27 ഒരു കമ്മീഷനെ നിയമിക്കുകയും നെഹ്റു എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അപ്പോൾ ഈ ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ നെഹ്റു റിപ്പോർട്ട് വരുന്നത്. ഇത് നെഹ്റു റിപ്പോർട്ട് എല്ലാവരും എതിർത്തു. അതായത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് പാടില്ല എന്നതിൽ പറഞ്ഞത് കാരണം ലീഗ് എതിർത്തു. ഡൊമിനിയൻ സ്റ്റാറ്റസും മറ്റുമാണ് ചോദിച്ചത്. ഇത് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും പോലുള്ള യങ് ലീഡേഴ്സ് എതിർത്തു. ഇത് പിന്നോക്കം പോവുകയാണോ അപ്പോൾ നമ്മൾ, അതായത് സ്വാതന്ത്ര്യം വേണമെന്നിട്ട് നമ്മൾ ശക്തമായി പോകുമ്പോൾ ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണമെന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ട് ഇദ്ദേഹം എതിർത്തു. അങ്ങനെ ഹിന്ദു മഹാസഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് എല്ലാവരും എതിർത്തൊരു റിപ്പോർട്ടായിരുന്നു അടിസ്ഥാനപരമായിട്ട് നെഹ്റു റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഓൾ പാർട്ടി കൺവെൻഷനിൽ ഇത് എന്ത് ചെയ്തില്ല, പാസ്സാക്കാനും സാധിച്ചിരുന്നില്ല. പക്ഷേ നമുക്കത് കഴിയും എന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തെളിയിച്ചു കൊടുത്ത ഒരു ഭാഗമായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു ഭരണഘടനയുടെ ഒരു വരവിൽ നെഹ്റു റിപ്പോർട്ട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ആലോചിക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കഥ പോലെ പറയാൻ കാരണം നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ചോദ്യമൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും മെസ്സേജുകൾ കിട്ടാറുണ്ട്, അന്ന് ആ കഥ പറഞ്ഞപ്പോൾ ആ ഓർമ്മയിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ശരിയാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം വേണമെങ്കിൽ വെറുതെ ഇത് വായിച്ചു പോയാൽ മതി, പക്ഷെ പറയാനുള്ള കാരണം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. അത് ഓർത്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ഇതായിരുന്നല്ലോ അന്ന് നടന്നത്, ഇന്ന സംഭവം ഇന്ന കൊല്ലം, അപ്പോൾ ഇതിന് മുമ്പായിരിക്കും അല്ലേ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റീകളക്ട് ചെയ്യാൻ കഴിയണം എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ഈ കഥകളൊന്നും വെറുതെ കഥ പറയല്ല. ഈ പറയുന്ന ഓരോ വാക്കും, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വാക്ക്, നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്ന വാക്ക്, ആ കൊല്ലം ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഡൊമീനിയൻ സ്റ്റാറ്റസ് ആണ് നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞത് എന്ന കാര്യം, ഇത് ഓരോന്നും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലോ പൊളിറ്റിയിലോ ചോദ്യങ്ങളായിട്ട് വേണമെങ്കിൽ അവർക്ക് ഇടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കഥകൾ പറയുമ്പോൾ വെറുതെ കൈയും കെട്ടിയിരിക്കരുത്. പോയിന്റുകൾ എന്ത് ചെയ്യുക, സൈഡിൽ നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഥകളിൽ നിന്നാണ് ഇപ്പോൾ പലപ്പോഴും ചോദ്യം വരാറുള്ളത്, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിനൊന്നും അല്ല. ശരി, അത് പോട്ടെ. ഇനി അപ്പോൾ എന്ത് പറഞ്ഞു, ആ കഥ മനസ്സിലായി. സ്വരാജ്, അപ്പോൾ എം എൻ റോയ് എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടു. സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് സ്വരാജ് പാർട്ടിയിലൂടെ ആയിരുന്നു. എന്താണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് അതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് മനസ്സിലായാലോ കൃത്യമായിട്ട്? ഓക്കെ, ഇനി നമ്മൾ കോൺഗ്രസ്സിലേക്ക് വരികയാണ്. കോൺഗ്രസ് എപ്പോഴാണ് ഇത് എന്ത് ചെയ്തത്, ആവശ്യപ്പെട്ടത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം, വ്യക്തമായിട്ട് കേൾക്കുക വാക്കുകൾ, ഓക്കെ, ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് ബോംബെ സമ്മേളനം 1935. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഇത് വെറും ചർച്ചയായിരുന്നു. ഇത് അതായത് കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം ചേരുമ്പോൾ അത് ഒഫീഷ്യലായിട്ട് എന്താണ്, ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ആദ്യ സമ്മേളനം ഏതായിരുന്നു? അത് തൊട്ടടുത്ത വർഷത്തെ ഫൈസ്പൂർ സമ്മേളനമായിരുന്നു. അപ്പോൾ എന്താ അതിൻ്റെ വ്യത്യാസം? കാരണം ഇതെന്താണ്, ഇവർ എന്ത് ചെയ്തു, സമ്മേളനം കൂടിയിട്ട് ഇവരെന്ത് ചെയ്തു, ആ കൂട്ടത്തിലൊരു ചർച്ചയായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള, നമ്മൾ പറയില്ലേ സമ്മേളനത്തിൻ്റെ അജണ്ട എന്ന് പറയില്ലേ, എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് ഒഫീഷ്യലായിട്ട് അവർ എഴുതി തയ്യാറാക്കും, അജണ്ടയിൽ ഉൾപ്പെടുത്തും അവർ. ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ അജണ്ട. അങ്ങനെ ഔദ്യോഗികമായ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്തതാണ് ഇത്
ഫൈസ്പൂർ സമ്മേളനത്തിൽ. അപ്പോൾ ഇതോടുകൂടി എന്താവുകയാണ്, കോൺഗ്രസിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്തിലേക്ക് തന്നെ വരികയാണ്, പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഭരണഘടന നിർമ്മാണ സമിതി എന്ന് പറയുന്ന ആശയം കയറി വരികയാണ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ ബോംബെ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് പലപ്പോഴും ചോദ്യം വന്നിട്ടുണ്ട്. ആരായിരുന്നു അറിയോ നിങ്ങൾക്ക്? അത് ഡോക്ടർ ആർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. എന്താ രാജേന്ദ്ര പ്രസാദിൻ്റെ പ്രത്യേകത? അവസാനം നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി കിട്ടിയപ്പോൾ അതിൻ്റെ അധ്യക്ഷനായത് ആരായിരുന്നു? ഇതേ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ആദ്യമായി കോൺഗ്രസ് ഭരണഘടന നിർമ്മാണ സമിതി വേണമെന്ന് ചർച്ച ചെയ്തത് ബോംബെ സമ്മേളനത്തിലാണ്. ഇതിൻ്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇതേ രാജേന്ദ്ര പ്രസാദാണ് പിന്നീട് നമ്മൾ ഒഫീഷ്യലി 46 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനാകുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ കണക്ഷൻ ഉള്ളത് കാരണം പലപ്പോഴും ബോംബെ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അധ്യക്ഷൻ ആര് എന്ന ചോദ്യം എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. ഫൈസ്പൂർ സമ്മേളനവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ബോംബെ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഏത് ഫൈസ്പൂർ സമ്മേളനവും ഉള്ളത് എന്ന് കൂട്ടുകാർ ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഗ്രാമപ്രദേശമാണ്, അവിടെ വെച്ച് നടക്കുന്നൊരു സമ്മേളനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫൈസ്പൂർ സമ്മേളനം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ കഥകൾ നടക്കുകയാണ്. എന്ത് നടക്കുകയാണ്? ഇലക്ഷൻ നടന്നു അല്ലേ? 1937 ഇലക്ഷൻ നടന്നു. 37 മന്ത്രിസഭകൾ രൂപീകരിക്കപ്പെട്ടു. അതിനുശേഷം എന്ത് സംഭവിക്കുകയായിരുന്നു? നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? മിനിസ്ട്രി മുഴുവൻ രാജിവെച്ചു. യുദ്ധത്തിൻ്റെ ആ ഒരു വന്നതോട് കൂടിയിട്ട് പിന്നീട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓരോരോ ഓഗസ്റ്റ് ഓഫർ വരുന്നുണ്ട്, ക്രിപ്സ് മിഷൻ വരുന്നുണ്ട്, വേവൽ പ്ലാൻ വരുന്നുണ്ട്. അവസാനം എന്ത് വരികയാണ്? 46 ക്യാബിനറ്റ് മിഷൻ വരികയാണ്. പലപ്പോഴും വന്നിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ രൂപീകരണത്തിന്, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് നേരിട്ട് കാരണമായത് എന്താണ്? ഈ താഴെ തന്നിട്ടുള്ളവയിൽ എന്താണ് എന്ന് ചോദിക്കും. എന്നിട്ട് ഓഗസ്റ്റ് ഓഫർ എന്ന് തരും, വേവൽസ് പ്ലാൻ എന്ന് തരും, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നൊക്കെ തരും. പക്ഷെ എന്താണ് കാരണമായത്? നേരെ ക്യാബിനറ്റ് പ്ലാനാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് കാരണമാകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്യാബിനറ്റ് പ്ലാനിൽ എന്താണ് വ്യക്തമായിട്ട് പറയുകയാണ്? ക്യാബിനറ്റ് പ്ലാനിൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷനിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ച് എന്താണ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ആ സമയത്ത് അവിടെ ലേബർ ഗവൺമെൻറ് വന്നു. അവരയച്ചിട്ടുള്ള കമ്മീഷനായിരുന്നു ഇത് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന കമ്മീഷൻ. ഈ ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരൊക്കെയായിരുന്നു? പെഥിക് ലോറൻസ്, ഒരാളാരായിരുന്നു? പെഥിക് ലോറൻസ്. മറ്റൊരാളായിരുന്നു സ്റ്റാഫോർഡ് ക്രിപ്സ്. പിന്നെ വന്നതായിരുന്നു AV അലക്സാണ്ടർ. ഈ 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഇതിൽ നിങ്ങൾക്കറിയാം, ഈ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷനുമായിട്ട് 1942 വന്നിട്ടുള്ളത്. ഈ 1942 വന്ന ക്രിപ്സ് എന്തായിരുന്നു? ഇന്ത്യക്കാരോട് വളരെ അനുഭാവപൂർവ്വം ഇടപെടുന്ന, അവരോട് വളരെയധികം അനുഭാവമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും അദ്ദേഹം തയ്യാറാവുകയും അവസാനം വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിനോട് അങ്ങേരോട് ഒരു കാര്യവും ചെയ്യേണ്ട, തിരിച്ചിങ്ങോട്ട് വന്നോളാൻ പറഞ്ഞിട്ട് എന്തായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങോട്ട് വേഗം തിരിച്ചു വിളിച്ചു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിലുള്ള സ്റ്റാഫോർഡ് ക്രിപ്സ് ഇതിലുണ്ടായിരുന്നു. പെഥിക് ലോറൻസ് ആ സമയത്ത് നമ്മളുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് പെഥിക് ലോറൻസ്. പിന്നീട് AV അലക്സാണ്ടറുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് എന്ത് ചെയ്തു? ഇവർ പറഞ്ഞു, ഓക്കെ ഫൈൻ, നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇന്ത്യയുടെ നേതാക്കളെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിക്കണം. ഇന്ത്യയിലെ ആൾക്കാർ ഉൾപ്പെടുത്തി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞ മറ്റൊരു കാര്യം ഇത് ഒരു ഇൻറ്ററിം ഗവൺമെൻറ് രൂപീകരിക്കുക. ഒരു ഇടക്കാല സർക്കാർ ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട് എന്നുകൂടി ആര് പറയുന്നുണ്ട്? ക്യാബിനറ്റ് മിഷൻ പറയുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട 2 നടപടികൾ എന്ന് പറയുന്നത്, ഒന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിക്കുക, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഒപ്പം ഒരു താൽക്കാലിക ഇടക്കാല ഗവൺമെൻറ്, ഇൻറ്ററിം ഗവൺമെൻറ് രൂപീകരിക്കണമെന്നും, അതായത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള എന്തുണ്ടാവും? ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി ഉണ്ടാകും അവിടെ. അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫും ആരായിരിക്കും? ബ്രിട്ടീഷുകാരനായിരിക്കും. അതിന് താഴെ ബാക്കിയുള്ള ആളുകളൊക്കെ ആയിട്ട് ആരുണ്ടാവും? ഇന്ത്യക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടാകും. ഇവരായിരിക്കും എന്ത് ചെയ്യുക? ഭരണപരമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഒരു ട്രെയിനിങ് പോലെ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു ഇൻറ്ററിം ഗവൺമെൻറ് രൂപീകരിക്കുകയും അവരെന്ത് ചെയ്തിട്ടെ? ഇന്ത്യ ഭരിച്ചു തുടങ്ങട്ടെ എന്നെന്ത് ചെയ്യുകയാണ്? പറയുന്നൊരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു ഇൻറ്ററിം ഗവൺമെൻറ് രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ
പരിണിത ഫലമായിട്ട് 46 സെപ്റ്റംബർ 2 എന്ത് ചെയ്യുന്നു, ഒരു ഇൻ്ററിം ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്, രൂപീകരിക്കപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കാര്യം എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കാം. അപ്പോൾ നമ്മൾ അവസാനം എവിടേക്ക് എത്തിയിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്കും ഇൻ്ററിം ഗവൺമെൻറ്റിലേക്കും എത്തി. ഈ ഇടക്കാല ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതെന്താണ്? ഇത് ഇൻ്ററിം ഗവൺമെൻറ് അഥവാ ഇടക്കാല ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 46 രൂപീകരിച്ച ഇൻ്ററിം ഗവൺമെൻറ്റാണിത്. ഈ ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിച്ചു എന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരെ? ഈ ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിച്ചതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നുണ്ട്. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? അതെന്താണ്? ലെജിസ്ലേച്ചറാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ നടന്നിട്ട് അവിടേക്ക് എന്ത് ചെയ്യും, ആളുകൾ തങ്ങളുടേതായിട്ടുള്ള പ്രതിനിധികളെ ബ്രിട്ടീഷ് പ്രൊവിൻസിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യും, അയക്കും. ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ രൂപീകരണം. അതിനുശേഷം അവസാനം എന്ത് ചെയ്യും, ഇലക്ഷൻ നടന്നതിന് ശേഷം എന്താണ്, ആദ്യത്തെ ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടും. മനസ്സിലാവേണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് മൂന്നാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, കൂട്ടിക്കലർത്തരുത്. കാരണം ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിച്ചിട്ട് അതിൽ ഓരോ സ്ഥാനം വഹിച്ച ആളുകളിൽ ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്മിറ്റികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ചുമതല വഹിച്ച ആളുകളുടെ പേരും നമ്മൾ പഠിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് അതുകൊണ്ട് എന്ത് ചെയ്യും, ഇന്ത്യൻ ഗവൺമെൻറ് രൂപീകരിക്കപ്പെടും. അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഈ വേവൽ പ്രഭുവോ സർ ക്ലാഡ് ഔച്ചിൻകോ, ഇംഗ്ലീഷുകാരൊന്നുമില്ല, ഇന്ത്യയുടെ ഇലക്ഷൻ നടത്തി ഇന്ത്യൻ ഗവൺമെൻറ് രൂപീകരിച്ച സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, പിന്നീട് എന്ന് വരുന്നത് ഇന്ത്യയുടെ എന്താ പറയുക രീതിയാണ്. മനസ്സിലാവുണ്ടോ? നമ്മുടെ ആളുകളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അതിൽ മൊത്തത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, നിങ്ങൾ അത് മിക്സായി പോകരുത് എന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭ നമ്മൾ രൂപീകരിക്കില്ലേ, അതിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്, ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതെന്താണ്, പിന്നീട് എന്താണ്, നമ്മൾ രൂപീകരിക്കുന്ന ഗവൺമെൻറ്റാണ്, സ്വാതന്ത്ര്യാനന്തരം നമ്മൾ രൂപീകരിക്കുന്ന ഗവൺമെൻറ്റാണത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതെന്താണ്, ഇടക്കാല ഗവൺമെൻറ്റാണ്. സോ രണ്ടും തമ്മിൽ പലപ്പോഴും പല ആളുകളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ തെറ്റുവരുത്തരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇടക്കാല ഗവൺമെൻറ്റിൽ ഏതൊക്കെ ആളുകൾ എന്തെല്ലാം സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, വേഗത്തിലൊന്ന് നോക്കാം. നോക്കൂ, എന്തൊക്കെയാണെന്ന് നോക്കൂ നിങ്ങൾ. ഒന്നാമതായിട്ട് 46 എപ്പോഴാണ് രൂപീകരിക്കുന്നത്, നമ്മൾ നേരത്തെ ഡേറ്റ് കണ്ടു, 1946 സെപ്റ്റംബർ 2. 1946 സെപ്റ്റംബർ 2 എന്ത് ചെയ്യുന്നത്, ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. അപ്പോഴത്തെ നമ്മളുടെ എന്താണ്, അത് രൂപീകരിക്കുന്ന സമയത്തുള്ള വേവൽ പ്രഭു ആണ് പ്രസിഡൻ്റായിട്ട് ഉണ്ടായിരുന്നത്. സർ ക്ലാഡ് ഔച്ചിൻലെക്കാണ് ആരായിട്ടുണ്ടായിരുന്നത്, നമ്മളുടെ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവർ രണ്ടുപേരുമാണ് ഇംഗ്ലീഷുകാരായിട്ട് ഇതിലുണ്ടായിരുന്ന ആളുകൾ. സർ ക്ലാഡ് ഔച്ചിൻലെക്കും വേവൽ പ്രഭുവുമായിരുന്നു 2 ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നത്. ശേഷം ജവഹർലാൽ നെഹ്റു ആയിരുന്നു വൈസ് പ്രസിഡൻറ്റ്. ഒപ്പം വിദേശകാര്യം കൈകാര്യം ചെയ്തതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സർദാർ പട്ടേലാണ് ഹോം മിനിസ്ട്രി, ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്തിരുന്നത്, ആഭ്യന്തരം, ഒപ്പം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങും. ഇവർ രണ്ടുപേരും അടുത്ത തവണത്തെ ഇന്ത്യൻ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ ആരാവും, ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് എന്നുള്ളത് മാറിയിട്ട് ഇവിടെ പ്രധാനമന്ത്രിയായി മാറും. സർദാർ പട്ടേൽ എന്താകും, ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരവുമായിട്ട് മാറും. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? ശേഷം നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേര് ഏതാണ്, ജോൺ മത്തായി. ജോൺ മത്തായി ഏതാണ്, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. ജോൺ മത്തായി മലയാളിയായിരുന്നു. ബൽദേവ് സിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രതിരോധം എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. പ്രതിരോധം കൈകാര്യം ചെയ്യുന്നത് ആരായിരുന്നു, ബൽദേവ് സിംഗ് ആയിരുന്നു പ്രതിരോധം കൈകാര്യം ചെയ്തിരുന്നത് എന്ന കാര്യം ആലോചിക്കുക. ഇതിനുശേഷം ആദ്യത്തെ നമ്മളുടെ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്തും ഇതേ ബൽദേവ് സിംഗ് തന്നെയാണ് പ്രതിരോധം എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് എന്ന് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തതായിരുന്നു ഷഫാത്ത് അഹമ്മദ് ഖാൻ. ഇതൊരിക്കലും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തുകൊണ്ടാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും കൈകാര്യം ചെയ്ത് ആരായിരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷത്തിൻ്റെ 3 വർഷത്തിനിടയിലുള്ള ഏതോ ഒരു പേപ്പറിൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. PSC തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ, SSC ആവാൻ വഴിയില്ല, PSCയിൽ തന്നെ ഒരു ചോദ്യം വന്നൊരു ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ ഷഫാത്ത് അഹമ്മദ് ഖാൻ ആയിരുന്നു വിദ്യാഭ്യാസവും ആരോഗ്യം, ആർട്സ് തുടങ്ങിയവ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ശേഷം ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭക്ഷ്യ കൃഷി വകുപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അസഫ് അലി ആയിരുന്നു ആര്, റെയിൽവേ വാർത്താവിനിമയങ്ങൾ. ശരത് ചന്ദ്ര ബോസ് ആയിരുന്നു ഖനികൾ, ഊർജ്ജം എന്നിവ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാം അല്ലേ, എന്താണ്, സുഭാഷ് ചന്ദ്ര ബോസ് ഊർജ്ജമുള്ള ആളായിരുന്നില്ല. അപ്പോൾ ശരത് ചന്ദ്ര ബോസ് ഖനികൾ, ഊർജ്ജം എന്നിവ. ഖനികൾ, ഊർജ്ജം
ചേർത്ത് ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. സി രാജഗോപാലാചാരി അല്ലേ, ഫേമസ് ആണ്, വ്യവസായം അദ്ദേഹം കൈകാര്യം ചെയ്തു. ജഗ്ജീവൻ റാം, തൊഴിൽ അല്ലേ, ജീവൻ, തൊഴിൽ എന്തിനാണ്, ജീവൻ അല്ലേ, ജീവനും തൊഴിലും ഓർത്ത് വയ്ക്കാമല്ലോ നിങ്ങൾക്ക്. ജീവൻ നിലനിർത്താൻ എന്താണ്, തൊഴിൽ ചെയ്യണം അല്ലേ. സെയ്ദ് അലി സഹീർ ആരായിരുന്നു, നിയമമായിരുന്നു. CH ഭാബ ആരായിരുന്നു, വാണിജ്യമായിരുന്നു. ഈ രീതിയിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവർ ഓരോരോ പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേറൊരു കഥ കൂടി പറയട്ടെ. ഇങ്ങനെ ഇടക്കാല ഗവൺമെൻറ്, ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിക്കാൻ തീരുമാനിച്ച സമയത്ത് പക്ഷേ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു, നമ്മൾ ചേരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. അവർക്ക് പാകിസ്ഥാൻ വേണം, പാകിസ്ഥാൻ കിട്ടാതെ ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ചകൾക്കും തങ്ങൾ തയ്യാറാവില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, ആദ്യം മുസ്ലിം ലീഗിൽ ആരും ഇതിലുണ്ടായിരുന്നില്ല. ശേഷം ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചിട്ട് പതുക്കെ പതുക്കെ ഇവർ കൃത്യമായി ഭരിച്ചു പോവും എന്ന് കണ്ടപ്പോൾ പിന്നീട് എടുക്കുന്ന തീരുമാനങ്ങളിലൊന്നും തങ്ങൾക്ക് എന്തുണ്ടാവില്ല, സ്ഥാനമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു, അവർ വേഗം വന്ന് ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ മുസ്ലിം ലീഗിൽ നിന്ന് എന്ത് ചെയ്തു, കുറേ വന്നു. ഇങ്ങനെ പിന്നീട് ഈ പല എന്താ പറയുക ഇതിലെ വകുപ്പുകളും അതുകൊണ്ട് എന്ത് ചെയ്തു, പിന്നീട് മാറ്റേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ലിയാഖത്ത് അലി ഖാനായി മാറി നമ്മളുടെ ധനകാര്യം. ഏതാണ്, ജോൺ മത്തായി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ധനകാര്യം പിന്നീട് ആരായ ലിയാഖത്ത് അലി ഖാൻ എന്ത് ചെയ്യേണ്ടി വന്നു, കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ജോൺ മത്തായിക്ക് എന്ത് കൊടുത്തു, ജോൺ മത്തായിക്ക് അതിന് പകരം എന്ത് ചെയ്തു, വ്യവസായം കൊടുത്തു. മനസ്സിലാവുണ്ടോ, ജോൺ മത്തായിക്ക് അതിന് ശേഷം എന്ത് ചെയ്തു, വ്യവസായം കൊടുത്തു. അപ്പോൾ ധനകാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ജോൺ മത്തായി, പിന്നീട് വ്യവസായം കൈകാര്യം ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, പോവേണ്ടതായിട്ട് വന്നു. മനസ്സിലാവുണ്ടോ. അപ്പോൾ വ്യവസായം നമ്മുടെ നേരത്തെ ആരെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്, സി രാജഗോപാലാചാരി ആയിരുന്നു. സി രാജഗോപാലാചാരിക്ക് എന്ത് ചെയ്തു, ഈ വിദ്യാഭ്യാസവും ആർട്സും ഒക്കെ ഇല്ലേ, അത് സി രാജഗോപാലാചാരിക്ക് എന്ത് ചെയ്തു, അത് കൊടുത്തു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്. സി രാജഗോപാലാചാരിക്ക് എന്ത് ചെയ്തു, അതിന് പകരം വ്യവസായം നഷ്ടപ്പെട്ട വ്യവസായം ആർക്ക് കൊടുത്തു, ജോൺ മത്തായിക്ക് കൊടുത്തു. ലിയാഖത്ത് അലി ഖാൻ ധനകാര്യം കിട്ടിയപ്പോൾ ജോൺ മത്തായിക്ക് വ്യവസായം കൊടുത്തു. വ്യവസായം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന സി രാജഗോപാലാചാരിക്ക് എന്ത് ചെയ്തു, വിദ്യാഭ്യാസവും ആർട്സും എന്ത് ചെയ്തു, കൊടുത്തു. അതുപോലെ തന്നെ CH ഭാബ, നമ്മുടെ ഖനിയും ഊർജ്ജവും നമ്മുടെ ആരാണ്, ശരത്ചന്ദ്ര ബോസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഖനികളും ഊർജ്ജവും എന്ത് ചെയ്തു, CH ഭാബയ്ക്ക് കൊടുത്തു. കാരണം എന്തായിരിക്കും, കാരണം വാണിജ്യം എന്ത് ചെയ്തു, I ചുന്ദ്രിഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്തു, ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്ക് വാണിജ്യം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളുടെ ശരത്ചന്ദ്ര ബോസ് കൈകാര്യം ചെയ്താണ് ഖനികളും ഊർജ്ജവും എന്ത് ചെയ്തു, CH ഭാബയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവുണ്ടോ. അതുപോലെ തന്നെ ഗസൻഫർ അലി ഖാൻ എന്ന് പറയുന്ന ഒരാൾക്ക് ആരോഗ്യം കൊടുത്തു. ജോഗീന്ദർനാഥ് മണ്ഡൽ എന്ന് പറയുന്ന ഒരാൾക്ക് നിയമം കൊടുത്തു. നിയമം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക്, ക്ഷമിക്കണം, നിയമം ആരായിരുന്നു, സെയ്ദ് അലി സഹീർ ആയിരുന്നു നിയമം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എന്ത് ചെയ്തു, ജോഗീന്ദർനാഥ് മണ്ഡൽ എന്ന് പറഞ്ഞ ഒരാൾക്ക്, ജോഗീന്ദർനാഥ് മണ്ഡൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്തു, ഈ നിയമം എന്ത് ചെയ്തിരുന്നു, കൊടുക്കേണ്ടതായിട്ട് വന്നു. മനസ്സിലാവുണ്ടോ. ഈ രീതിയിൽ എന്ത് ചെയ്തു, വകുപ്പുകളുടെ ഒരു കൈമാറ്റം നടത്തേണ്ടതായിട്ട് വന്നു. മനസ്സിലായത് നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഇൻ്ററിം ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. മനസ്സിലായത് നിങ്ങൾക്ക്. അപ്പോൾ ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപീകരണം എങ്ങനെയായിരുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു ഇൻ്ററിം ഗവൺമെൻറ് രൂപീകരിച്ചു. ഈ രൂപീകരിച്ച ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ രൂപീകരണത്തിന് ശേഷം വകുപ്പുകളൊക്കെ ഓരോരുത്തരായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 1946 ഡിസംബർ 6 എന്ത് ചെയ്യുകയാണ്, ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുകയാണ്, അത് രൂപീകൃതമാവുകയാണ്. 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ത് ചെയ്തു, രൂപീകൃതമായത് ഡിസംബർ 6. ആദ്യ സമ്മേളനം എന്താണ്, ആദ്യ സമ്മേളനം കൂടുന്നത്, എൻ്റെ കയ്യക്ഷരം മോശമാണ്, പറയാനാണ് എനിക്ക് കഴിയുന്നത്, എഴുതാൻ എനിക്ക് കഴിവ് ഇത്തിരി കുറവാണ്. സോ ആദ്യ സമ്മേളനം കൂടുന്നത് ഡിസംബർ 9 എന്നായിരുന്നു. ഡിസംബർ 9 ആദ്യത്തെ സമ്മേളനം നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതി കൂടുകയാണ്. മനസ്സിലായത് നിങ്ങൾക്ക്. ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുകയും 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം കൂടുകയും ചെയ്തു. 207 പേര് പങ്കെടുത്ത ഈ ആദ്യ സമ്മേളനത്തോടു കൂടിയിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഭരണഘടന നിർമ്മിക്കാനായിട്ടുള്ള എന്ത് തുടങ്ങുകയാണ്, ഒരു പ്രയത്നം എന്ത് ചെയ്യുകയാണ്, ഇവിടെ തുടങ്ങുകയാണ്. ഇനി ഒരു കാര്യം കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കണം. പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന നമ്മളുടെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഞാൻ ഇങ്ങനെ എഴുതാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ എഴുതും. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയെ ഞാൻ ഇങ്ങനെ എഴുതും, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അപ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എങ്ങനത്തെ ബോഡി ആയിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം,
ഇറ്റ് വാസ് എ പാർഷ്യലി ഇലക്റ്റഡ് ആൻഡ് പാർഷ്യലി നോമിനേറ്റഡ് ബോഡി. അതായത് ഭാഗികമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ഭാഗികമായിട്ട് ശുപാർശ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ബോഡി ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അതായത് എന്താ അതിൻ്റെ അർത്ഥം? അതിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആളുകളും ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളിലെ ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നു? മിക്കവാറും ആളുകൾ എന്ത് ചെയ്യുകയായിരുന്നു? അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് അധികവും എങ്ങനെയായിരുന്നു? ഇവരെ അവിടുത്തെ ഭരണാധികാരികൾ ശുപാർശ ചെയ്തു പോയ ആളുകളായിരുന്നു. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? ഇതെല്ലാം ഇങ്ങനെയെന്നല്ല പറയുന്നത്, ഏതാണ്ട് ഐഡിയ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഇലക്റ്റഡ് ആയിരുന്നില്ല, ചിലർ നോമിനേറ്റഡ് ആയിരുന്നു. എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമായിരുന്നില്ല, ചിലർ ശുപാർശയിലൂടെ അവിടെ എത്തിയ ആളുകളായിരുന്നു കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൻ്റെ എണ്ണവും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും കൃത്യമായിട്ട്. ഇപ്പോൾ എന്ത് ചെയ്യുക? ഇത് മനസ്സിലാക്കുക, ഇറ്റ് വാസ് എ പാർഷ്യലി ഇലക്റ്റഡ് ആൻഡ് പാർഷ്യലി നോമിനേറ്റഡ് ബോഡി. നേരത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള ഭാഗങ്ങളും ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്താ വ്യത്യാസം? എന്താ? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് വിളിച്ചിരുന്നത്. നാട്ടുരാജ്യങ്ങൾ എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അടിയിൽ തന്നെയാണ്, പക്ഷെ അവിടെ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു രാജാവിനെ അവർ ഭരിക്കാനായിട്ട് സമ്മതിച്ചിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിൽ തന്നെയാണ്, അല്ലേ? കേരളം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് താഴെ തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു റെസിഡൻറ്റിൻ്റെ പറയുന്നതിനനുസരിച്ച് ഭരിക്കുകയായിരുന്നു. മലബാർ നേരിട്ട് ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നത്. മലബാർ ഇപ്പുറത്തെ വിശാലമായിട്ടുള്ള മദ്രാസിൻ്റെ ഭാഗമായിട്ടായിരുന്നു മലബാർ കിടക്കുന്നുണ്ടായിരുന്നത്, അല്ലേ? എങ്ങനെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്? അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ നമ്മളുടെ മലബാർ ഭാഗം ഏത് പേരിൽ അറിയപ്പെടും? ബ്രിട്ടീഷ് ഇന്ത്യയായിട്ട് അറിയപ്പെടും. താഴെയുള്ള തിരുവിതാംകൂറും കൊച്ചിയോ അത് നാട്ടുരാജ്യങ്ങളുമായിട്ടും അറിയപ്പെടും. മനസ്സിലായോ? ഇതാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെയും നാട്ടുരാജ്യങ്ങളുടെയും വ്യത്യാസം. ഓക്കെ ആണല്ലോ? സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ലീഗ് ബോയ്ക്കൗട്ടഡ്. മനസ്സിലാവുണ്ടോ? മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് ഈ ആദ്യത്തെ സമ്മേളനം, അതായത് ഈ ആദ്യം ഒരു സമ്മേളനം ചേർന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെന്ത് ചെയ്തു? മുസ്ലിം ലീഗ് ആദ്യത്തെ സമ്മേളനം എന്ത് ചെയ്യുകയുണ്ടായി? അത് ബഹിഷ്കരിക്കുകയുണ്ടായി. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? അവർ വന്ന് ചേരുന്നത്. ആദ്യത്തെ സമ്മേളനമൊക്കെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുകയായിരുന്നു? ഈ സമ്മേളനം ബഹിഷ്കരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആദ്യത്തെ നമ്മളുടെ സമ്മേളനത്തിലെ ആദ്യമായിട്ട് ഈ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്, ആദ്യമായിട്ട് ഇതിനെ അഭിസംബോധന ചെയ്തത്, ഇതിനെ അഡ്രസ്സ് ചെയ്തത് ആരായിരുന്നു? ശ്രീ JB കൃപലാനി ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആര് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. ആരായിരുന്നു? അത് JB കൃപലാനി ആയിരുന്നു എന്ന കാര്യം കൂട്ടുകാർ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇനിയും അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കുറച്ചധികം കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു മെയിൻസ് സിലബസ് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇനി ഒരൊറ്റ എക്സാം ആണെങ്കിൽ ആ ഒരൊറ്റ എക്സാമിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കേട്ടുകൊണ്ട് നോട്ട് ഡൗൺ ചെയ്ത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും അധികമാവില്ല, കാരണം ഏതെങ്കിലും എക്സാമിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കാട് കയറിയിട്ടുള്ള പഠിപ്പിക്കലല്ല. പക്ഷേ പൊളിറ്റി എന്ന് പറയുന്നത്, ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ എല്ലാ എക്സാമിലും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കഴിഞ്ഞ എല്ലാ എക്സാമുകളും നോക്കിയാൽ കാണാം, കേരളത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മെയിൻസിലേക്ക്, ഒരു PSC മെയിൻസിലേക്ക് പോകുമ്പോൾ കേരളം റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവയ്ക്ക് എല്ലാത്തിനും ഈ പൊളിറ്റിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്, ആ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? കാര്യങ്ങൾ വ്യക്തമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ട് കൃത്യമായ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും പുതിയ കോഴ്സിലേക്ക് സ്വാഗതം. ഇത്രയും നേരം കേട്ടിരുന്നതിന് വളരെയധികം നന്ദി.